ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് സർവൈവൽ സ്റ്റോറി ട്ടാ. അപ്പം ഞങ്ങളില്ലേ ഇന്ന് എന്താ പറയുക, നിങ്ങൾ ബാക്കിലിരിക്കുന്ന സ്ഥലം കണ്ട അടിപൊളിയല്ലേ, വൈബല്ലേ ടീമേ. അപ്പം ഞങ്ങൾ ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ പരിപാടി വന്നാണ്ട് ഇവിടെ, അതായത് നമ്മൾ യൂട്യൂബിൽ ചാനലിൽ കുറച്ച് പേര് ഫ്രണ്ട്സായിട്ടൊന്ന് കൂടാൻ വേണ്ടി അടിച്ചുപൊളിയാക്കാൻ വേണ്ടി മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യണം ഒട്ടാക്കി. ഹലോ ഗായ്സ്, അപ്പം ഇതാണ് എൻട്രി. അതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള എൻട്രിയാണ്. പാലക്കരി പൂത്തോട്ട അക്വ ഫാമാണ്. അപ്പോൾ എല്ലാവരും പോവാത്തവരുണ്ടെങ്കിൽ പോവാട്ടാ. ഇവിടെയാണ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ അങ്ങോട്ട് വണ്ടി കടത്തി വിടില്ല. ഇപ്പോൾ നമ്മളുടെ വണ്ടി വീൽ ചെയർ ഉള്ള വണ്ടി അതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് മീൻ കൂടാണ്. അവിടെ മീൻ വളർത്തുന്ന കെട്ടെന്നൊക്കെ പറയില്ലേ, പാടം കെട്ടെന്നൊക്കെ പറയും. എല്ലാ സ്ഥലത്തും എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ മീനിട്ട് വളർത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓരോ കൂടായിട്ട് മീൻ കൃഷി പോലെ ചെയ്യും. ഇപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ എത്തിയിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് നമുക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞ ഒരു ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് എൻജോയ്മെന്റ് ഉണ്ട്. കുറച്ച് അതിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇതുപോലെ കണ്ട പാർക്കും സംഭവങ്ങളെല്ലാം ഉണ്ട്. പിള്ളേർ കളിക്കാനും നല്ല അടിപൊളിയാണ്, വൈബാണ്. വെയിലൊന്നും പറഞ്ഞ സംഭവങ്ങളില്ല. മറ്റേ മരത്തിന്റെ അടിയിലാണ് എല്ലാം. നല്ല കൂളിംഗ് ആണ്, നല്ല സെറ്റായിരുന്നു. അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ പാർക്കിലൊക്കെ പോയി ഇരിക്കണ ഒരു ഫീലില്ലേ. അപ്പൊ അപ്പുറം ഇപ്പുറം കായലും ഇതുപോലെ കെട്ടും പറഞ്ഞ പോലെയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ വീൽ ചെയർ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടെ അവരടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തായാലും മാനേജ്മെൻറ്റിൻ്റെ അടുത്തായാലും കാര്യം പറഞ്ഞു, ഇങ്ങനെ വീൽ ചെയർ വേണ്ടിയാകണം. കുറച്ച് ഉള്ളിലോട്ട് പോകാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ സ്റ്റാഫ് നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു 5-6 പേരുണ്ടായിരുന്നു വീൽ ചെയറിൽ. അപ്പം അങ്ങനെ അതുകൊണ്ട് അവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റി. അപ്പോൾ അവരെല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ പോകട്ടെ. അടിപൊളി സ്ഥലമാണ്, നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് മടുക്കില്ല എന്ന് വെച്ചാൽ വെയിലില്ലല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല കാറ്റും അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഞങ്ങൾ ഉച്ച എത്തി, 2 വൈകിട്ട് അവിടെ തിരിച്ചു വന്നേ. പിന്നെ ഗായ്സ്, അവിടെ തന്നെ നമുക്ക് ബോട്ടിങ്ങിന്റെ സംഭവങ്ങളുണ്ട്. ബോട്ടിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ചവിട്ടുന്ന ബോട്ട് എന്നൊക്കെ പറയില്ല, എനിക്ക് അതിന്റെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ സ്പീഡ് ബോട്ട് ഉണ്ട്. സ്പീഡ് ബോട്ട് കായലിലാണ് നമുക്ക് അത് അവിടെ പറഞ്ഞേക്കണേ. പിന്നെ ചവിട്ടുന്ന ബോട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ, പാടത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പം അതിന് എന്തോ എക്സ്ട്രാ ഫീസ് ഉണ്ട്. അപ്പം നമ്മളുടെ ടീംസ് അവർ സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടി പോകുന്നുണ്ടാ. അവർക്ക് സ്പീഡ് ബോട്ടിൽ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും കൂടി അവർ ജസ്റ്റ് ഒന്ന് പോയി വന്നു. ഞങ്ങൾ പോയില്ല ബീച്ചല്ല, അതുകൊണ്ട് പിന്നെ നമ്മളെ ചേട്ടൻ പോയായിരുന്നു. ആളെ ഇരുത്തി അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് പോവായിരുന്നു. പിന്നെ നമ്മളങ്ങനെ പോയില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. അവർ ബോട്ടിൽ പോകണ യാത്രയുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ മച്ചാമാരെ അവർ ബോട്ടിങ്ങിലൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പില്ലേ, നമുക്ക് അവിടെ ചൂണ്ടിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടുത്തെ പറഞ്ഞു. അപ്പം ഞാനൊക്കെ വിചാരിച്ചില്ല, ഇങ്ങനെയൊക്കെ പോയി ഞാൻ
എനിക്കത് അങ്ങനെ ഭയങ്കര ആഗ്രഹം. ഞങ്ങളുടെ വീട് പൈപ്പിനായതുകൊണ്ടും അവിടേക്ക് ഇങ്ങനെ ഞാൻ നടക്കുന്ന സമയത്തൊക്കെ ചൂണ്ടിടാനൊക്കെ പോകുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഇടാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ നല്ല വൈബ്, അവര് ചൂണ്ടിടാനുള്ള നമുക്ക് എല്ലാ സെറ്റപ്പും ചെയ്തു തന്നു. അങ്ങനെ ഇത് കണ്ട കരിമീനാണ് കണ്ട, കെട്ടിലെ കരിമീൻ, നല്ല ഫ്രഷ് അടിപൊളി കരിമീൻ. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അടിപൊളിയായിരുന്നു, വേറെ വൈബായിരുന്നു. അപ്പോ എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോ വീൽ ചെയറിലാണെങ്കിലും അങ്ങനെ പോകാൻ പറ്റുമോ, അങ്ങനെ ചൂണ്ടിടാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ഞാനും ചൂണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാലും മറ്റുള്ളവർ കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പൊ അത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, അടുത്തൊരു ചാനൽ ഉണ്ട്, എൻ്റെ പേര് ഉമേഷ് എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, വീഡിയോയിൽ ആളുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇട്ട് ചൂണ്ടൊക്കെ ഇട്ട് അങ്ങനെ എൻജോയ്മെന്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ പോട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് തന്നെ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്കൊരു സന്തോഷം, നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോകണമെന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോ ഏകദേശം സമയമായി, ഈ സന്ധ്യ ടൈമായി. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങിയിട്ടാ. അപ്പോൾ എന്നിട്ട് നിങ്ങള് പോവാത്തവരുണ്ടെങ്കിൽ പോവാൻ ഞാൻ വീണ്ടും പറയണത് അതാണ്, വീൽ ചെയറിലേക്കുള്ളവർ പോവാൻ ആഗ്രഹമുള്ളവർ പോവാട്ടാ. എന്ന് വെച്ചാൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലം നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ പിന്നെന്തിട്ടാ, അപ്പൊ എല്ലാവരും പോയിട്ട് ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ വീട്ടിൽ അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും നന്ദി. വീഡിയോ ഉണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്.